എന്നാലും ആ പൂച്ചേനെ ആരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? 27 വർഷമായി മലയാളികൾ ആ സംശയം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറയുന്നത് സമറീൻ ബത്ലഹേമിലെ പൂച്ചക്കുട്ടീനെ കുറിച്ചാട്ടോ. അപ്പൊ സിബി മലയിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 27 വർഷമായി സിനിമ റിലീസ് ചെയ്തിട്ട്. അപ്പോൾ ഈ പൂച്ചക്കുട്ടിയെ ആരാ പറഞ്ഞു വിട്ടേ നിങ്ങൾക്ക് അറിയോ എന്ന്. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടോ ഒരു സ്വീക്വലോ എന്തോ ഒരു സംതിങ് കുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു പോസ്റ്റ് ഇത്രയും വർഷത്തിന് ശേഷം ഇട്ടിട്ടുണ്ടാവുക. എനിവേ, മഞ്ജു വാര്യർ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം മഞ്ജു വാര്യർ കുറെ കാര്യങ്ങളായിട്ട് ബിസി ആണല്ലോ, നിരഞ്ജനമായിട്ടൊക്കെ ബിസി ആയതുകൊണ്ട് മഞ്ജു വാര്യർ ആവാൻ സാധ്യതയില്ല. ബാക്കി നാലിൽ ആരാണെന്ന് നമുക്കിനി കണ്ടറിയാം. പക്ഷേ തുടങ്ങുമ്പോൾ ഒരു നെഗറ്റീവ് പറയുന്നത് മോശമാണെങ്കിൽ പോലും ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു 90% ഈ സെക്കൻഡ് പാർട്ട് എടുത്ത സിനിമകൾ അത്ര വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഫസ്റ്റ് കണ്ടതിന്റെ ആ ഒരു രസം രണ്ടാം പാർട്ടിൽ അധികം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് പാട്ടുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട്, സിനിമ നല്ല ഫ്രഷ് ആയിട്ട്, ഓരോ സീനുകളും നമുക്കറിയാം. നല്ല പിന്നെ ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നത്, അങ്ങനെയുള്ളൊരു സിനിമയായിരുന്നല്ലോ. അപ്പൊ അത് വീണ്ടും വരുമ്പോഴത്തേക്കും വേണോ ഇല്ലെങ്കിൽ നമുക്കൊരു വിഷമാവില്ലേ? അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു. എനിവേ, എന്തായാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവർ വരട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സെക്കൻഡ് പാർട്ടിന് താല്പര്യമുണ്ടോ?